സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. മാധ്യമപ്രവർത്തകൻ കെ ജയേഷ്. സാഹിത്യനഗരമായ കോഴിക്കോടിന്റെ അഭിമാനങ്ങളിലൊന്നാണ് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി. രാജ്യത്തെ ചരിത്ര പ്രാധാന്യമുള്ള മുസ്ലിം പള്ളികളിലൊന്നുകൂടിയാണ് കേരളീയ പുരാതന വാസ്തുശൈലിയുടെ ഉദാത്ത മാതൃകയായി നിലകൊള്ളുന്ന ഈ ആരാധനാലയം. AD 1300 1350 ഇടയിൽ പണികഴിപ്പിച്ച മിഷ്കാൽ പള്ളി സാധാരണക്കാർക്ക് മാത്രമല്ല ചരിത്രകാരന്മാർക്കുൾപ്പെടെ ഇന്നും അത്ഭുതമാണ്. ഏറെ പ്രത്യേകതകളുള്ളതാണ് പള്ളിയുടെ നിർമ്മിതി. കല്ലിനേക്കാൾ കൂടുതൽ മരമാണ് പള്ളിയുടെ നിർമ്മാണത്തിനുപയോഗിച്ചിരിക്കുന്നത്. 4 നിലകളിൽ ഉയർന്നു നിൽക്കുന്ന നിർമ്മാണ വൈദഗ്ധ്യം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും. 4 നിലകളിലും മരം കൊണ്ടുള്ള വണ്ണം കൂടിയ ബീമുകളും തൂണുകളും ഉപയോഗിച്ചിട്ടുണ്ട്. തട്ടുകൾ പലകകൾ നിരത്തിയവയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ ചെന്ന് ചേരുന്ന കഴുക്കോൽ കൂട്ടങ്ങൾ കോർത്ത മേൽക്കൂരയും മരത്താഴികകളും വിസ്മയം ജനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെ. പഴയ ഇറ്റാലിയൻ ടൈൽസ് പാകിയ മനോഹരമായ പുറങ്കള്ളിയും മരം കൊണ്ടുള്ള മേൽത്തട്ടും താഴികക്കുടങ്ങളും ക്ഷേത്രക്കുളങ്ങൾക്ക് സമാനമായ ചതുരക്കുളവും മറ്റു പള്ളികളിൽ നിന്ന് ഇതിനെ വേറിട്ടതാക്കുന്നു. അമൂല്യമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മാസപ്പിറവി അറിയിക്കാനുള്ള തമ്പേറ്, ഖാദിമാർ ഉപയോഗിച്ച പുരാതന അംഗവസ്ത്രങ്ങൾ, പല്ലക്ക് തുടങ്ങിയവ പള്ളിക്കുള്ളിലെ മറ്റ് അപൂർവതകളാണ്. അറേബ്യൻ വ്യാപാരിയായ നഖൂദ മിഷ്കാൽ ആണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. 20-ലേറെ കപ്പലുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന വ്യാപാരിയായിരുന്നു ഇദ്ദേഹം. ഭക്തനായിരുന്ന നഖൂദയുടെ നേർച്ചകളിലൊന്നായിരുന്നു ഇത്തരമൊരു പള്ളിയുടെ നിർമ്മാണം. 1510 ജനുവരി 3 പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായ അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ പള്ളിയെ ആക്രമിക്കുകയായിരുന്നു. കല്ലായിപ്പുഴയിലൂടെ എത്തിയ സംഘം പള്ളിക്ക് തീവച്ചുവെന്നാണ് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നത്. നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന സ്ഥലമുൾപ്പെടെ വലിയൊരു ഭാഗം കത്തിനശിച്ചു. അറബികളുടെ കച്ചവട കുത്തക തകർത്ത് വ്യാപാരത്തിലെ ആധിപത്യം സ്വന്തമാക്കാൻ ഡച്ചുകാരും പോർച്ചുഗീസുകാരുമെല്ലാം മത്സരിക്കാൻ തുടങ്ങിയതാണ് ഈ ആക്രമണത്തിന്റെ അടിസ്ഥാനം. അറബികളെ സഹായിച്ചിരുന്ന സാമൂതിരിക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും അവർ നിരവധി ഘട്ടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. തീവെപ്പിനെ തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ പറങ്കികൾക്കെതിരായി മുസ്ലിം നായർ പടയാളികൾ ധീരമായി പോരാടി. പിന്നീട് പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട സാമൂതിരിയുടെ പടനായകൻ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ തകർത്തപ്പോൾ അതിന്റെ സാധന സാമഗ്രികൾ കുറ്റിച്ചിറയിലെത്തിച്ച് മിഷ്കാൽ പള്ളി പുതുക്കിപ്പണിയാൻ ഉപയോഗിക്കുകയായിരുന്നു. 1548 ഹാജി അബ്ദുല്ല ഇബ്നു താജുൽ മുസ്ലിം മിൽഷാ ബന്ദർ ജമാലുദ്ദീൻ അന്താബിയും പിന്നീട് ഖാജ ഷാബന്ദർ ഉമറുൽ അന്താബിയും പള്ളിയും മിഹ്റാബും പുതുക്കിപ്പണിതു. പറങ്കിപ്പടയുടെ ആക്രമണത്തെ ഹിന്ദു മുസ്ലിം സാഹോദര്യം കൊണ്ട് പ്രതിരോധിച്ച മിഷ്കാൽ പള്ളി കോഴിക്കോടിന്റെ മതസാഹോദര്യത്തിന്റെ പ്രതീകമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.